ബാക്കി കണ്ടിട്ട് കയറാം. നമുക്ക് ആ ഫ്ലോയിൽ ആയതൊട്ട് തന്നെ കാണാം. ഫ്ലോയിൽ ആയതൊട്ട് നമുക്ക് കാണാം. വാ, 1 2 3 സ്റ്റാർട്ട്. നിങ്ങൾ എല്ലാവരും ഒരു റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്യണം. പോലീസിനും ഈ സൊസൈറ്റിയിലെ നല്ലൊരു ശതമാനം ആളുകൾക്കും ഈ കേസിന്റെ സത്യാവസ്ഥ എന്താണെന്ന് നന്നായിട്ട് അറിയാം. ഇയാളാളൊരു കില്ലാടിയാ. ചുമ്മാതാണോ പോലീസുകാർ പോലും ചൊല്ലു പറഞ്ഞത്? ജോർജ് കുട്ടി തന്നെയല്ലേ പറഞ്ഞത് പ്രശ്നങ്ങളൊക്കെ തീർന്നു, ഇനി പേടിക്കാനൊന്നുമില്ലെന്ന്. പോലീസിന്റെ രീതികൾ മുൻകൂട്ടി കണ്ട് കളിക്കുന്ന ഒരാളാണല്ലോ അയാൾ. അപ്പോ പോലീസുകാരും അയാളുടെ ഒരു ഫാനാണ്. പിന്നെ ആ ജോർജ് കുട്ടി ആളൊരു കുറുക്കനാണ്. ഈ ആക്സിഡന്റ് കാര്യം എന്താ അവരോട് പറയാൻ പറ്റാത്തെ? അവരെ രക്ഷിക്കാനാണെങ്കിലും ഞാൻ ഈ ചെയ്ത കാര്യങ്ങളൊക്കെ കാണുമ്പോൾ അവരുടെ അച്ഛനൊരു ക്രിമിനലാണ് എന്നൊരു തോന്നലുണ്ടായാൽ സത്യമല്ലേ? ഏയ്, അവരങ്ങനെയൊന്നും ചിന്തിക്കില്ല. ഞാൻ തന്നെ അങ്ങനെ ചിന്തിച്ചു തുടങ്ങി. പിന്നല്ലേ സർ, ഇപ്പോഴല്ലേ നമ്മുടെ പ്രസക്തി. മീഡിയ ഇൻവെസ്റ്റിഗേഷനിലൂടെ ജീവൻ വെച്ച് തെളിയിക്കപ്പെട്ട എന്തോരം കേസുകളുണ്ട് സർ. അവരാരാണെന്ന് മനസ്സിലാക്കാൻ എന്തെങ്കിലും സൂചന തരാൻ പറ്റും? I want his full file on my desk as soon as possible. ഇനി അങ്ങനെയൊന്നും ചിന്തിക്കണ്ട, എല്ലാം കഴിഞ്ഞില്ലേ? കഴിഞ്ഞോ? കൊള്ളാലേ. നിങ്ങളെല്ലാരും ഒന്ന് ആലോചിച്ച് നോക്കിയേ, ശരിക്കും ഇത്രയും ക്രിമിനൽ മൈൻഡിൽ തിങ്ക് ചെയ്തത് ജീത്തു ജോസഫ് അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്ക്. പുള്ളി ഈ പടം മേക്ക് ചെയ്യാൻ ഏത് ലെവലിൽ തിങ്ക് ചെയ്തെന്ന്. ഫസ്റ്റ് സെക്കൻഡ് തേർഡ് എടുത്തു നോക്ക്. എന്റെ അമ്മോ. എന്തായാലും 21-ാം തീയതി അല്ലേ? ഇന്നിപ്പോ എത്ര? 12 ദിവസത്തോടെ. ലാലന്റെ ബർത്ത്ഡേയാ. ലാലിന്റെ ബർത്ത്ഡേ ആണോ 21-ാം തീയതി? ബർത്ത്ഡേ ആണെന്ന് ഇറക്കുന്നേ, അതിനല്ലേ ഇത്ര മാറ്റി വെച്ചേ. അതെ 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 അതെ. അല്ല, ഈ വിട്ടേനെ കേട്ടാ ശരിയെന്ന് പറഞ്ഞ വിട്ടേനെ. ഞാൻ ഈ ഇവന്റെ വായിന്നത് വീണോണ്ടേ ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യണമായിരുന്നു എനിക്ക് കേട്ടാ. ജസ്റ്റ് അതിനു വേണ്ടി. ആന്റണി പെരുമാറിനെ ശ്രദ്ധിച്ചായിരുന്നു? എന്താ? ട്രെയിലർ ശ്രദ്ധിച്ചോ? ആന്റണി ഇല്ല, കണ്ടില്ല. ഞാൻ കണ്ടില്ല. ഇല്ല, പോലീസ് കണ്ടില്ല കേട്ടോ. തിരിഞ്ഞിരിക്കുന്നത് പെട്ടെന്ന് ഞാൻ ഗണേഷ് കുമാറിനെ പുള്ളിയെ ശ്രദ്ധിച്ചത്. ഓക്കെ, അപ്പൊ കേസ് നമുക്ക് സിറ്റി കയറാം. വാ, ഇന്ന് കുറച്ച് പണിയുണ്ടേ നമുക്ക്. എടാ നീല, എന്തൊരു അടിയാണ് അടിച്ചത് നീ ഇന്ന്. അതിൽ രണ്ടുപേരും